ഇനി ഞാൻ കാണിച്ചു തരുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന നോക്കേ. ഇത് ആർക്കെങ്കിലും അറിയാവോ? എന്താന്ന് ഗസ് ചെയ്യാവോ? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അമ്മ എന്നെയും മീനുവിനെയും പോലെയൊക്കെ സൂക്ഷിച്ച് നോക്കി വളർത്തുന്ന ഇവിടുത്തെ കുറേ ചെടികളുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് അതിൽ പല ടൈപ്പ് ചെടികളുണ്ട്. പൂച്ചെടികളുണ്ട്, ഫ്രൂട്ട്സിൻ്റെ ഉണ്ട്, വെജിറ്റബിൾസിനുണ്ട്, പിന്നെ സാധാ ഇലച്ചെടികളുണ്ട്, പിന്നെ അമ്മ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ചെടികളുണ്ട്, പിന്നെ പല വെറൈറ്റിയിലുള്ള പല ചെടികളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത പല ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഭയങ്കര റെയറായിട്ട് കാണാവുന്ന ചില തുമ്പയും അതുപോലത്തെയൊക്കെ കുറച്ച് ചെടികളുണ്ട്. അപ്പം നമുക്കതെല്ലാം ഞാൻ നിങ്ങളെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമുക്കപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് എന്ത് ചെടിയാണെന്ന് നമുക്കറിയത്തില്ല. എന്തോ ഇലച്ചെടിയാണ് ഇത് രണ്ടെണ്ണം. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത്. പിന്നെ ഇത് തെറ്റിയാണ്. തെറ്റിയിൽ ഇതാ പൂവൊക്കെ ഉണ്ട്. തെറ്റി. പിന്നെ വരുന്നത് ഇത് ഒരു ചെടിയാണ്. അത് വേറെ അപ്പുറത്ത് ഇപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതും ആദ്യം കാണിച്ച ആ ചെടിയാണ്. എനിക്ക് അവിടം വരെ ഇത്രയും ഹൈറ്റ് ഉണ്ട് അതിന്. അതുകൊണ്ട് അവിടം വരെ എത്താത്തതുകൊണ്ട് ചെയറിട്ടാണ് നിന്ന് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിയാണ്. പിന്നെ ഇത് വെള്ള ജമന്തി ഇല്ലേ, നമ്മൾ ഓണത്തിനൊക്കെ ഇടുന്ന ആ വെള്ള ജമന്തിയാണ്. ഓണത്തിനല്ലേ വെള്ള ജമന്തി? നമ്മളെല്ലാത്തിനും വെള്ള ജമന്തി ഇടും. പിന്നെ ഇത് രണ്ടും, ഇതും ഈ ചെടി തന്നെയാണ്. പിന്നെ അതെന്ന് പറയുന്നത് നമ്മുടെ കടലാസ് പൂ, പിങ്ക് കളറ് കടലാസ് പൂവാണ് ഇത്. പിന്നെ വരുന്നത് ആ പേരറിയാത്ത ചെടി. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മണി പ്ലാന്റ് ആണ്. പിന്നെ ഇത് ഒരു ടൈപ്പ് 10 മണി പൂവാണ്. അത് ഏതാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇത് അപ്പൂപ്പം പണ്ട് വളർത്തിയ ഒരു ചെടിയാണ്. അതിൽ നിന്ന് നമ്മളെടുത്ത് ഇപ്പം വെച്ചേക്കുന്നതാണ് ഇത്. ഓക്കെ, നമുക്കിനി അവിടുത്തെ ആ സെക്ഷനിലോട്ട് പോകാം. ചെറിയ മഴയൊക്കെ പെയ്ത് കിടക്കുക. അവിടുത്തെ കാടെല്ലാം പോയി ഗൈസ്. അവിടെ ഇനി 2 വീട്, ഇത് ഫുള്ളൊരു പ്ലോട്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഇനി 2 വീടും കൂടെ വരാൻ പോകുന്നു. ഇത് ഞങ്ങളുടെ ലച്ചു. ഓക്കെ, നമുക്കിനി ഇവിടുത്തെ ചെടികൾ നോക്കാം. നമ്മളവിടെ കണ്ട ചെടി തന്നെയാണ്. പിന്നെ ഇതാണ് ഞാൻ ഇപ്പുറത്ത് കാണിച്ചിരാന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ ടുഡേ ടുമോറോ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇത് 3 ദിവസം 3 കളറായിരിക്കും വരുന്നത്. അതായത് അതിൽ യെസ്റ്റർഡേയിൽ വരുന്നത് ഡാർക്ക് ഒരു കളറാണെങ്കിൽ ഇന്ന് വരുന്നത് ഒരു ലൈറ്റ് വയലറ്റ് ആയിരിക്കും. പിന്നെ ടുമോറോയിൽ വരുന്നത് വൈറ്റ് കളറായിരിക്കും. അങ്ങനെ 3 ദിവസം 3 കളറായിരിക്കും ഈ ചെടിക്കുള്ളത്. ഇത് ശരിക്കും കുറേ ഉണ്ടായിരുന്നു. അമ്മ അത് വെട്ടി ഇപ്പോൾ പലയിടത്തായിട്ട് വെച്ചേക്കുക. നല്ല മണവുമാണ് ഇതിലുള്ള പൂവിന്. ഗൈസ്, അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? എൻ്റെ പേരറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ബഡ് മൊസാണ്ട എന്ന് പറയുന്നൊരു ചെടിയാണ്. അതിൽ ഇപ്പം ചിലന്തി ഉണ്ട്. അന്നെ അത് നല്ല പക്ഷെ അതിൽ പൂവ് കാണാൻ പറ്റുന്നോ? നല്ല വെള്ള കളറ് വൈറ്റ് കളർ പൂവാണുള്ളത്. ഓക്കെ, മൊസാണ്ട. പിന്നെ ഇത് വന്നിട്ട് ഒരു പിങ്ക് കളർ ഫ്ലവർ ഉള്ളൊരു നല്ല പൂവ്. അതിലിപ്പം പൂവില്ല. നമ്മുടെ അരളി പോലത്തെ ഏകദേശം അതുപോലത്തെ ഒരു പൂവാണ് ഇതിൽ വരുന്നത്. ഇനി ആ കാണുന്നത് നമ്മുടെ വെള്ള ജമന്തി തന്നെയാണ്. അപ്പുറത്തുള്ള ഇതെന്ന് പറയുന്നത് മണി പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഈ നിൽക്കുന്നതാണ് കൃഷ്ണ തുളസി. അറിയായിരിക്കില്ല കൃഷ്ണ തുളസി. അപ്പോൾ ഇത് നമ്മൾ നട്ട് വളർത്തിയൊന്നുമല്ല, ഇത് തന്നെ ഇതിനകത്ത് കിളിച്ചു വന്നതാണ് തുളസി. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചൊരു ചെടിയാട്ടോ. ഇതിൽ ഒത്തിരി പൂവ് ഉണ്ടായിരുന്നേ. ഇപ്പം അതിൽ പൂവൊന്നുമില്ല, ഈ ഒരെണ്ണേ ഉള്ളൂ. ഇത് നഴ്സറിയിൽ നിന്ന് മേടിച്ചൊരു പൂവാണ്. ഇത് സെയിം താണ്ടേ നമ്മൾ അവിടെ കണ്ടതിൻ്റെ ചെറുത് ഇവിടെ. ബാക്കി കാണുന്ന 3 എണ്ണവും ഈ 3
പൊള്ളിരിക്കുന്നതും റോസാണ്. നമ്മുടെ പല ടൈപ്പ് റോസാണ്. ഇതൊന്ന് പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ വൈറ്റും യെല്ലോയോ ഉള്ളത്. മഴയാണ് ഗൈസ്. അപ്പോൾ ഈ 3 കളറും ഉള്ളത്. അതാ ഇവിടെയും ഉണ്ട്. നമ്മുടെ ലച്ചുവിൻ്റെ വീടിൻ്റെ മേളിലും ഉണ്ട്. റെഡ് കളർ റോസ് ഉണ്ട്. ഇത് റെഡിലാണ് കൂടുതൽ പൂവും വരുന്നത്. ഓക്കെ, നമുക്കിനി അവിടേക്ക് പോകാം. ഇനി മേളിലുള്ള എല്ലാം കഴിഞ്ഞ്, മതിലിന് മേളിലുള്ള ചെടികളെല്ലാം കഴിഞ്ഞ് ഇത് നമുക്ക് താഴെ പോകാം. ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ 2 നിലയും പിന്നെ ടെറസും ഉള്ളതാ. 3 നിലയിലും അമ്മ ചെടി വളർത്തിയിട്ടുണ്ട്. ഗൈസ്, മഴയായതുകൊണ്ട് ഞാനിങ്ങ് അകത്ത് കയറി. ഇനിയിപ്പം നമ്മുടെ ഇവിടെ സിറ്റ് ഔട്ടിൽ അമ്മ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. കൂടുതലും മണി പ്ലാന്റ് തന്നെയാണ് ഉള്ളത്, അത് കാണിച്ചു തരാം. ഇവിടെ ഒരു മണി പ്ലാന്റ് അമ്മ ഇങ്ങനെ ആ പില്ലറിൽ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, നല്ല ഭംഗിയില്ലേ? ഓക്കെ, അത് കഴിഞ്ഞ് ഈ സൈഡിലൊരു ചെടി ഇരിപ്പുണ്ട്. ഇതെന്ന് പറയുന്നത് അമ്മ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ടൈപ്പ് മണി പ്ലാന്റ് പോലത്തെ സംഭവമാണ്, ചെടിയാണ് ഉള്ളത്. പിന്നെ ഇവിടെയും ഒരു ചെടിയുണ്ട്, അതും മണി പ്ലാന്റാണ്. ഇനി ഞാൻ കാണിച്ചു തരുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന നോക്കേ. ഇത് ആർക്കെങ്കിലും അറിയാവോ? എന്താണെന്ന് ഗസ് ചെയ്യാവോ? ഗസ് ചെയ്തിട്ടാ കമൻറ്റിൽ പറയണേ. അപ്പം ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അർക്കമംഗള എന്നാണ്. അപ്പം ഒരു ടൈപ്പ് പാക്കാണ് ഈ ചെടി, അർക്കമംഗള. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു മരമുണ്ട്, അതിൽ നിന്ന് പഴുത്തതെടുത്ത് മാറ്റി വെച്ചത്. ആ മരം ഞാൻ ഇപ്പം ഒന്ന് താരുമ്പം അപ്പുറത്ത് പോയി കാണിച്ചു തരാം ഈ സംഭവം ഏത് പ്ലാന്റിൽ നിന്ന് എടുത്തേന്നുള്ളത്. മഴ ഒരുവിധം താന്ന് ഞാൻ ഇങ്ങ് വന്ന് ഇവിടെ കുറേ ഉണ്ട്, കുറേ വെജിറ്റബിൾസും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു ചെടിയിൽ നിന്നാണ്. ഇതിൻ്റെ പേര് അറിയത്തില്ല, ഇതിൻ്റെ പേരും എനിക്കറിയാം. ഞാൻ ഇതൊക്കെ ചീരയാന്നൊക്കെ വിചാരിച്ചിരുന്നേ, പക്ഷേ ചീരയൊന്നും അല്ല, ഇത് വേറെ ഏതോ ഒരു ടൈപ്പ് ഇലയാണ്. പിന്നെ ഇത് ചെമ്പരത്തി, ചെമ്പരത്തിയിലൊരു പൂവുണ്ട്, ഇത് ചെമ്പരത്തി. പിന്നെ ഉള്ളത് ഇതാണ്, കാണാൻ പറ്റുന്നോ ഈ സംഭവം? ഇതാണ് ലക്കി പ്ലാന്റ്, ഒന്നുകൂടെ പറയാം, ഇതാണ് ലക്കി പ്ലാന്റ്. പിന്നെ ഇത് ഒരു ടൈപ്പ് ഇലച്ചെടിയാണ്, ഇതും ഇലച്ചെടിയാണ്. ഇത് ചെമ്പരത്തിയുടെ ഇതാ ഒരു ബഡുണ്ട്, വേറൊരു വെറൈറ്റി ചെമ്പരത്തിയുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ചെടിയാ. ഇത് മരവാ, ഏത് മരമാണെന്ന് എനിക്കല്ലോ. ഇതാണ് നാടൻ വരിക്കപ്ല. പിന്നെ നമുക്കിവിടെ ഒരു തെങ്ങുണ്ട്, കുഞ്ഞു തെങ്ങ. ഇത് എത്ര വർഷമായമ്മ? അത് 3 വർഷമായി, ഇതിന് ശരിയായി വരണം. പിന്നെ ഇവിടെ നമുക്കൊരു മുരിങ്ങയ്ക്കയുണ്ട്. മുരിങ്ങയല്ലേ അമ്മ ഇത്? ഇത് 6 മാസം മുരിങ്ങ വെച്ചിട്ട് നമ്മൾ ഇപ്പൊ വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞു, പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കോതി നിർത്തിയിരിക്കുക. ഇതാണ് മുരിങ്ങ. പിന്നെ ഇവിടെ നമുക്ക് വാഴയുണ്ട്, വാഴ. ഈ വാഴയെന്ന് പറയുന്നത് ഞാലിപ്പൂവൻ്റെ വാഴയാണ്. ഗൈസ്, ഇതാണ് സാമ്പാർ ചീര. ഇത് സാമ്പാറിൽ ഇടുന്ന ചീരയായതുകൊണ്ടല്ല, ഇത് നമ്മൾ തോരൻ വെക്കുന്നതാണ്. പിന്നെ സാമ്പാറിൽ ഇടാറുണ്ട്, അതുകൊണ്ട് സാമ്പാർ ചീരയെന്നും പറയാം. അപ്പോൾ ഇത് നമ്മൾ തോരൻ വെക്കാനും എടുക്കാറുണ്ട്. എനിക്ക് പക്ഷേ ഇഷ്ടമല്ല ഇതിൻ്റെ ടേസ്റ്റ്, പക്ഷെ ഭയങ്കര നല്ല കഴിക്കുന്നത്. പിന്നെ ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഇതും നമ്മൾ തോരനാണ് വെക്കുന്നത്. ഇത് ഇവിടെയുണ്ട്, കണ്ടോ? ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്, കണ്ണിന് നല്ലതാണ് ഇതൊക്കെ കഴിക്കുന്നത്. അടുത്ത ചെടിയുടെ പേരെന്ന് പറയുന്നത് ചെറിയ ആടലോടകം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ആയുർവേദ ചെടിയാണ്. നമുക്കിപ്പോൾ നടുവേദനയോ അല്ലെങ്കിൽ നമുക്ക് കഫക്കെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇത് എന്താണെന്നറിയാമോ? നമ്മൾ മസാലയിൽ ഇടുന്നൊരു ഇലയില്ലേ, സർവ്വസുഗന്ധി, നമുക്ക് മസാലയ്ക്ക് പകരം ഉപയോഗിക്കാം. ഇത് നമുക്കിപ്പോൾ ഒരിടത്തും കാണാനില്ലാത്ത, പ്രത്യേകിച്ച് ഇപ്പോൾ ഓണായിട്ട് തന്നെ കാണാനില്ലാത്ത ഒരു ചെടിയാണിത്. ഇതാണ് തുമ്പച്ചെടി. നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ തുമ്പാന്ന്, ആ ചെടിയാണ് ഇത്. കേട്ടല്ലോ, അമ്മ പാട്ട് പാടിയതാ.
അപ്പം ഇതാണ് തുമ്പച്ചെടി. അടുത്തെന്ന് പറയുന്ന ചെടിയുടെ പേരാണ്, ഇതാണ് സ്നേക്ക് പ്ലാന്റ്. കണ്ടോ, എനിക്ക് തോന്നി ഇതിൻ്റെ ആ ഇല ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും സ്നേക്ക് പ്ലാന്റ് എന്ന പേര് വന്നത്. ഇത് നോക്ക്, ഇതാണ് സ്നേക്ക് പ്ലാന്റ്. ഓ, നമ്മൾ ഈ ചെടി ഉള്ളിടത്ത് ഈ സ്നേക്ക് വരത്തില്ലെന്നാണ് പറയുന്നത്. കാണാൻ തന്നെ അതുപോലെ ഇല്ലേ ഗൈസ്. ഇതാണ് നമ്മുടെ കാന്താരി, നാടൻ കാന്താരി. ഇതിലിപ്പം ചെറിയ പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പണ്ട് മുളകും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്നുണ്ടായിരുന്നു. ഇപ്പം കുറേയൊക്കെ നമ്മൾ വെട്ടി. ഗൈസ്, ഇതാണ് പുതിന തൈ, പുതിനയിലയില്ലേ അത്. പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ, ചീര. ഇത് കുറേ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം പോയി, വളർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് പനിക്കുറുക്ക. ഓക്കെ, ഇതാണ് പനിക്കുറുക്ക. ഇതിൻ്റെ വേറൊരു സംഭവം ഉണ്ട്, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഇതുപോലത്തെ അത് തന്നെ നാടൻ പനിക്കുറുക്ക. അത് ഇവിടെ ഇപ്പോൾ ഉണ്ട്. അമ്മയുടെ ഫാമിലി ഇല്ലാത്ത എന്തുള്ള ഇതാണ് നാടൻ പനിക്കുറുക്ക. അതിൻ്റെ വെറൈറ്റിയാണ് ഇത്. ഓക്കെ ഗൈസ്, അതിനടുത്തതായിരിക്കുന്നതാണ് പൈനാപ്പിൾ. പൈനാപ്പിൾ ആയോന്ന് ചോദിച്ചാൽ ആയില്ല അല്ലേ? ഇല്ല, വളർന്നു വരുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ അലോവേര. നമ്മൾ മുഖത്തും തലയിലും എല്ലാം ഇടുന്ന കറ്റാർ വാഴയില്ലേ, നമ്മൾ വെളിയിൽ നിന്നൊന്നും മേടിക്കാറില്ല, ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത്. ഇതിഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇത് അടുത്തൊരു മാവാണ്. നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട്, തെങ്ങുണ്ട്, പ്ലാവുണ്ട്, വാഴയുണ്ട്, മാവുണ്ട്. കണ്ടോ? പിന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ സംഭവമായ കറിവേപ്പില. ഇത് ഇങ്ങനെയുണ്ട്. നമ്മൾ എല്ലാ കറിക്കും ഇവിടുന്നാണ് കറിവേപ്പില എടുക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് നമ്മുടെ അടുത്തുള്ളവരെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നാണ് കറിവേപ്പില മേടിക്കുന്നത്. അടുത്ത ഇതെന്ന് പറയുന്നത് റെഡ് ലേഡി പപ്പായ എന്ന് പറയും. 6 മാസം ആകുമ്പം കഴിക്കുന്ന റെഡ് ലേഡി പപ്പായയാണ് ഇത്. ഞാൻ മുമ്പ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാക്ക് കാണിച്ചില്ലേ, ഒരു റെഡ് കളർ, അതിൻ്റെ ചെടി കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ആ ചെടിയാണ് ഇത്. ഇങ്ങനെയല്ല, ഇത് മേളിലോട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഹൈറ്റ് ഉള്ള. കണ്ടോ അത് കണ്ടോ, കണ്ടോ, അതിൽ നിന്ന് ഇനി വിരിയാനുണ്ട്. ഇതെന്ന് പറയുന്നത് വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവ് എന്ന് പറഞ്ഞൊരു പ്ലാവ്. ഇതിൽ നമുക്ക് 2 ചക്ക കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ പ്ലാവ്. ഓക്കെ, എനിക്കിവിടെ നിൽക്കാൻ പേടിയാണ് ഗൈസ്, മഴയും പെയ്ത് കാട് പിടിച്ചിറക്കുമ്പം. ഇതാണ് ഉണ്ടമുളകിൻ്റെ ചെടി. ഇത് പിടിച്ചു വരുന്നതാണ്ടേ, ഇല്ല പിടിച്ചു വന്നില്ല, തയ്യായി വന്നതേ ഉള്ളൂ. ഇതും വരുന്നത് ഒരു വേറെ ടൈപ്പ് മണി പ്ലാന്റ് ആയത് ഗൈസ്. ഇത് പിച്ചിയാണ്, പിച്ചിയുടെ തൈ വെച്ചേക്കുക. ഇതിപ്പം ഓണമൊക്കെ ആകുമ്പം മിക്കവാറും ഇത് പിടിച്ചു വരും ഗൈസ്. നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ പേര ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നമ്മുടെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് മിന്നു സ്കൂളിൽ നിന്ന് ഒരു ദിവസം നമുക്ക് എൻവയോൺമെൻറ്റ് ഡേക്ക് നമുക്ക് കിട്ടത്തില്ലേ, ചെടി കിട്ടത്തില്ലേ, ജൂൺ 5-ന്. അപ്പം അങ്ങനെ അവൾ മേടിച്ചുകൊണ്ട് വന്ന പേരയാണ്. അതെന്തായാലും ഇവിടം വരെ വളർത്തി വന്നിട്ടുണ്ട്. ഇതൊന്നും കായൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇതാണ് പേര ഗൈസ്. ഞങ്ങളുടെ അപ്പുറത്ത് റംബൂട്ടാനുണ്ട്. ഇതും നമ്മൾ വെച്ച് തന്നെയാണ് റംബൂട്ടാൻ ഉണ്ടായിരുന്നു, ജാമ്പയ്ക്ക ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ കുഞ്ഞുറിഞ്ചി മാങ്ങ ഉണ്ടായിരുന്നു. ആ മാവൊക്കെ വെട്ടിക്കളഞ്ഞ്. ഇത് കണ്ടോ ഗൈസ്, പാഷൻ ഫ്രൂട്ട്. അപ്പം ഇത് നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ചേ ഉള്ളൂ എന്ന്, പക്ഷെ ഇതല്ല, ഇത് വെറും തുടക്കം. ഇതാണ് ഗൈസ്, ഇവിടെ ഒരു ഗുഹ പോലെയാണ്, പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുഹ പോലെ. ഇത് കണ്ടോ, അമ്മ ഇവിടെ ഫുള്ള് പാഷൻ ഫ്രൂട്ട് വളർത്തി. ഇത് താരെ അവിടുന്ന് തുടങ്ങിയതാണ്. അതിങ്ങനെ വന്ന് 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 ഇവിടം വരെ ഇഷ്ടംപോലെ ഫ്രൂട്ടുണ്ട്. നമുക്ക് എണ്ണാൻ പറ്റത്തില്ല, അതിൽ കൂടുതലുണ്ട്. കണ്ടോ, ഞാൻ ഇപ്പം കണ്ട എൻ്റെ വീട്ടിൽ നിൽക്കുമെന്ന് പറയുമോ? ഇപ്പം ഏതോ നമ്മളുടെ ചെടികളൊക്കെ വളർത്തുന്ന സ്ഥലത്തൊക്കെ പോകത്തില്ല, ഇല്ല മുന്തിരിയൊക്കെ വളർന്ന് നടക്കത്തില്ലേ, അതുപോലെ ഇല്ലേ.
അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകുന്നത് ടെറസിലാണ്. ഞാൻ പറഞ്ഞില്ല അമ്മ 3 നിലയിലും ഓരോന്ന് വളർത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ടെറസിലെന്ന് പറയുന്നത് ഒരു വെറൈറ്റി ചെടിയാണ്. അപ്പം അതെന്ന് പറയുന്നത് എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അത് നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ചപ്പോൾ ഇവിടെ അമ്മ നട്ടയാണ്. അപ്പം നമ്മൾ ആ ചെടിയാണ് കാണാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ചെടി മേടിപ്പോയി നോക്കാം. ഓക്കെ, ഇതാണ് ആ ചെടി. ഇതെന്താണെന്ന് പറയാമോ ഗൈസ്? ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. യെസ്, ആ പിങ്ക് കളറും വൈറ്റ് കളറൊക്കെ ആയിട്ട് കിട്ടുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ഇത്. അല്ല, ഇപ്പം നമുക്കതിൽ നിന്ന് ഒരു കാ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കഴിച്ചതാണ്. അപ്പം ഇത് എൻ്റെ ഒരു കാത ഇപ്പം വളർന്നു വരുന്നുണ്ട്. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ പല ചെടികളുടെയും നമുക്ക് മൊത്തത്തിൽ അതിൻ്റെ ഫുൾ ബ്യൂട്ടി നിങ്ങൾക്ക് കാണിച്ചിട്ട് പറ്റിയില്ല. കാരണം അതിൽ പൂവൊന്നും വന്നിട്ട് പോയി കഴിഞ്ഞ്. അപ്പോൾ അത് വീണ്ടും ഇനി വരത്തേ ഉള്ളൂ. അതുപോലെ ഫ്രൂട്ട്സിനെല്ലാം. അപ്പോൾ അതൊക്കെ പൂ വരുമ്പോൾ നമ്മളൊന്നും കൂടെ ഇതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ പല ചെടികളും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അത് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നൊക്കെ പറയണം. പിന്നെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. പിങ്ക് കളർ കാണിച്ചു. എന്താണ്ടേ ഇത്രയും വലിയൊരു സെക്ഷൻ കഴിഞ്ഞു. അയ്യോ, പിന്നെ ഇത് പ്രത്യേകം കാണിക്കണം എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് യെസ്, ഇത് കാണാൻ ഭംഗിയുള്ള ഒരു ടൈപ്പ് ചെടിയാണ്. യെസ് ഗൈസ്, എൻ്റെ അപ്പൂപ്പൻ പണ്ട് ഇത് മാങ്ങയല്ലേ, മാവല്ലേ ഇത്? ഇതെന്ന് പറയുന്ന ഒരു ടൈപ്പ് പാക്കില്ലേ, പ്ലാവ്. നമുക്ക് ഒരുപാട് ചക്ക അമ്മ ഇവിടുന്ന് എനിക്ക് പറഞ്ഞിരുന്നുണ്ട്. ഓരോ ചെടികളുടെ പേരും അമ്മ എനിക്ക് ഇവിടുന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്ലാവ്, ചക്ക ഇരുന്ന പ്ലാവ്. ഗൈസ്, അടുത്ത ചെടിയുടെ പേരെന്ന് പറഞ്ഞാൽ ചിറ്റാടലോകം എന്ന് പറയും. അതാണിത്. സർവ്വസുഗന്ധി. എനിക്ക് ഇവിടെ നിന്ന് തന്നെ നല്ല മണം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഒന്നും കൂടെ